വിൽ ദേ കം ബാക്ക് ടു യു? അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ? കുറച്ച് പേർക്കെങ്കിലും ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷണലി ഒരു കറന്റ് സിറ്റുവേഷനിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് പോസിബിൾ ആകുമെന്ന് കാണുന്നുണ്ട്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലി ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. മേ ബി നിങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സൽ സൈൻസ് കാണുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾ റെയിൻബോസ് കാണാറുണ്ടാവാം, വൈറ്റ് ബേർഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഫെതേഴ്സ് ഒക്കെ കാണുന്നുണ്ടാവാം, വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിരിക്കാം. ഇതിനെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സയൻസ് ആണ്, യൂണിവേഴ്സായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരായിട്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ആൻഡ് യെസ്, അതിൻ്റെ ഫലമായിട്ട് തന്നെ നിങ്ങളിലേക്ക് അവർ തിരികെ വരും എന്നുള്ളൊരു പോസിബിലിറ്റി തന്നെയാണ് കാണുന്നത്. 333 ഓർ 111 എന്നുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ചിലപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടാവും. അതെല്ലാം ഈ ഒരു പോസിബിലിറ്റിയെ തന്നെയാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ, ഒരു 70-80% ആൾക്കാർക്കും ഈ പേഴ്സൺ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത്, ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ ഈ റീഡിംഗ് വാച്ച് ചെയ്യുന്ന സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ വാല്യൂ ഒക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളായിട്ട് അവർക്ക് ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. മേ ബി ആ ഒരു സമയത്ത് അവർ ചിലപ്പോൾ അതിനെ കൂടുതൽ കെയർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ അതെല്ലാം എടുത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ അവർ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കാം. ഇപ്പോൾ അതിനെ ഒരു പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ പിക്ചർ ആയിരിക്കാം. യെസ്, അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് 2 ഡിസിഷൻ അവർക്ക് അവരുടെ മുന്നിൽ, 2 ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. 2 ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട്. അവർക്ക് അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു തടസ്സം അവരുടെ ലൈഫിലുണ്ട്. മേ ബി അത് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ സെയിം കാസ്റ്റ് ആയിരിക്കില്ല. അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സമായിട്ട് അത് കാണുന്നുണ്ട്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടൊക്കെ അതിനെ നമുക്ക് കാണാം. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പാത്ത് അവർ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി അവർ ആക്ഷൻ എടുക്കാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ മനസ്സുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്തണം എന്ന് ഈ ഒരു നിമിഷം പോലും അവർ ചിന്തിക്കുന്നുണ്ട്. മേ ബി അവരുടെ സാഹചര്യങ്ങളായിരിക്കാം അവരെ ഇതിൽ നിന്നും അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് സാഹചര്യമായിരുന്നാലും ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ള എനർജി തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ നേരിൽ കാണാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത് തന്നെ നമുക്ക് ഒരുപാട് പോസിബിലിറ്റി ആണ്. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയാണ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്നത്. ഓക്കെ, എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇത് ജനറൽ റീഡിംഗ് ആണ്. ഒത്തിരി പേർക്കും ഇത് റെസണേറ്റ് ആവുമെന്നൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒത്തിരി പേർക്കും ഇപ്പോൾ റെസണേറ്റ് ആവുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങളുടെ ആ ഒരു ടൈമിൽ നിങ്ങൾ വാച്ച് ചെയ്യുന്ന ഒരു റീഡിങ്ങിലായിരുന്നാൽ പോലും നിങ്ങൾക്കുള്ള മെസ്സേജസ് അതിലുണ്ടാവും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് വേദനകൾ ഈ ഒരു സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഉണ്ടാവണം എന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, സ്പിരിച്വൽ കണക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്,
ബ്ലോസമിങ് അബൻഡൻസ്. ഓക്കെ, ഇതിൽ കൂടുതൽ വ്യക്തത വരാനായിട്ട് ഇനി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവും. ഈ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് അതിനുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഈ വ്യക്തി തിരികെ വന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യുക. അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ആണ്. ഐ ആം അട്രാക്റ്റിംഗ് മൈ ലവ് ഇൻ ടു മൈ ലൈഫ്. അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ ലഭിച്ചതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോട്ട് തന്നെ ഇത് യൂണിവേഴ്സിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് അവർ ആദ്യമേ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ? ഓക്കെ, ആൻഡ് ഐ എം സ്ട്രക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അവരുടെ ലൈഫിൽ അവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു സാഹചര്യത്തിൽ അവർ സ്ട്രക്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, ഐ ഫീൽ ഡീപ് ലവ് ആൻഡ് കണക്ഷൻ വിത്ത് യു, ഐ മിസ് യു ഡിയർ. ഓക്കെ, അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഒരുപാട് ഒരുപാട് പ്രണയം, ഒരുപാട് കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. നിങ്ങളെ ഒരുപാട് ഈ ഒരു സമയത്ത് അവർ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ, ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, അവരുടെ വേദനകൾ അവർ മറച്ചു വെക്കുകയാണ്. അവർ എത്രത്തോളം ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നുള്ള കാര്യം പോലും അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുകയാണ്. സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാനായിട്ട് അവർക്ക് ഒരിക്കലും കഴിയില്ല. യു ബിലീവ് ഓർ നോട്ട്, ഐ ലവ് യു മോർ ദാൻ യു നോ ഐ ലവ് യു. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളും ഏറെ സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട്. ഓക്കെ, ആൻഡ് ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഇത്രയും ഫീലിങ്സോട് കൂടിയാണ് അവർ പറയുന്നത്. ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു, ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, അവർക്കിപ്പോൾ നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് തോന്നുന്നതാണ്. നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവർക്കൊരു ഭയമുള്ളത് അവർ തിരികെ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് അവരുടെ മനസ്സിൽ വീണ്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്.